കേരള കുംഭമേള എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള വീഡിയോസിൽ കുറേ എണ്ണം ചെയ്തു. പിന്നെ കുറേ വീഡിയോസ് എടുത്തു. ഒരു 3 ദിവസം അവിടെ വീണ്ടും പോയതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ തന്നെ കുറച്ച് മെനക്കെട്ട പണിയാണ്. ഓരോന്ന് കട്ട് ചെയ്യണം, ആവശ്യമില്ലാത്ത ഒഴിവാക്കണം, അതിനെപ്പറ്റി ചെയ്യണം. പക്ഷെ അതിനേക്കാളും രസം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട്, അതായത് സന്യാസിവര്യന്മാർ ഈ ആചരിച്ചു പോരുന്ന ഈ ഒരു കാര്യത്തിന്, അതായത് കുംഭമേള എന്ന് പറഞ്ഞിട്ട് നടത്തി പോരുന്ന ഈ ഒരു ഉത്സവത്തിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള പ്രചരണം നടത്താത്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ, അതുപോലെ ഇതിന് പല 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 വിധത്തിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള പല പല വീഡിയോസ് ഞാൻ കാണുകയുണ്ടായി. അപ്പൊ ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മത്തിനെ ആക്ഷേപിച്ചിട്ടും അതേപോലെ പരാമർശിച്ചിട്ടും പല പല വീഡിയോകളിൽ കാണുകയുണ്ടായി. പല പല വീഡിയോകളിൽ എന്തൊക്കെ കണ്ടാലും ശരി, ആരെ കണ്ടാലും ശരി, ഓരോരോ ധർമ്മത്തിലുള്ളവർക്ക് ഓരോരോ ധർമ്മത്തിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ഗതിയിൽ ഓരോരോ ധർമ്മത്തിലുള്ളവർ, അതായത് സനാതന ധർമ്മത്തിലുള്ളവർക്കും ഒരു സമയം അതിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് വരണം. അതെല്ലാം മറ്റ് ധർമ്മങ്ങളിൽ, ക്രൈസ്തവ ധർമ്മങ്ങളിലുള്ള, ഇസ്ലാം ധർമ്മത്തിലുള്ളവർ, പിന്നെ ബുദ്ധധർമ്മത്തിലുള്ളവർ, അതുപോലെ അനവധി ധർമ്മങ്ങൾ, ഇവിടെ അനവധി ധർമ്മങ്ങളുണ്ട്. അത് ഈ ഒരു ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ആയിട്ട് അനവധി ധർമ്മങ്ങളും അതുമായി ആചരിച്ചു വരുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. സനാതന ധർമ്മത്തിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരിയായ വശം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ത്രിമൂർത്തികളിൽ നിന്നും തുടങ്ങി 33 കോടി വരെയുള്ള ദേവതാ സമ്പ്രദായം. അതിൽ വ്യത്യസ്തമായ രീതിയിൽ ത്രിമൂർത്തികൾ വ്യത്യസ്തരാണ്. അതുപോലെ അതിൻ്റെ കീഴിൽ വരുന്ന അഷ്ടരത്നങ്ങൾ 108, 16,908, 9 ലക്ഷം, പിന്നെ വരുന്ന 33 കോടി. ഇതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള സനാതന ധർമ്മത്തിൻ്റെ ഞാൻ ആചരിച്ചു പോരുന്നതും അതിൻ്റെ അനുഭവം എനിക്ക് കിട്ടിപ്പോരുന്നതുമായിട്ടുള്ള കാര്യം. ഇത് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ഗുഹ്യമായ അറിവിൻ്റെയും അതിൻ്റെ ആധാരത്തിൽ ഞാൻ ചെയ്തു പോരുന്ന ഉപാസനയുടെയും പേരിലാണ്. അതല്ലാതെ നിരവധി ധർമ്മങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം തന്നെയാണ് സന്യാസി ധർമ്മം. അത് കൂടാതെ സന്യാസി ധർമ്മത്തിൽ തന്നെ അനവധി സന്യാസികളുണ്ട്. ഈ സന്യാസി ധർമ്മത്തിൽ ഉൾപ്പെട്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ്, ഇബ്രാഹിം നബി, മുഹമ്മദ് നബി. ഇവരൊക്കെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ധർമ്മങ്ങളുടെ സന്യാസികൾ തന്നെയായിരുന്നു. അവരൊക്കെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും കുടുംബത്തിൽ തിരിച്ചവരുമുണ്ട്. അതല്ല കുടുംബം ആവാതെ, മീൻസ് കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഒരു ധർമ്മത്തിന് വേണ്ടി ആചരിച്ചവരുണ്ട്. അതിൽ തന്നെ പെട്ടതാണ് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും മറ്റങ്ങനെ പല 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 ധർമ്മങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്യാസ ധർമ്മം നടത്തുന്ന ഈ ഒരു ഉത്സവത്തെ മഹാഗംഭീരമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കൂ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കൂ.